അപ്പൊ നമ്മൾ ശബ്ദം എത്രത്തോളം ആവാം, എത്രത്തോളം വേണം, അല്ലെങ്കിൽ എത്രത്തോളം കുറയണം, അതുപോലെ തന്നെ നമ്മുടെ കഴിവാണ് കളക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ കവിതാവതരണത്തിലും അതുപോലെ തന്നെ സംഗീതത്തിന്റെ പാട്ടിന്റെ അവതരണത്തിലും ഉപകരണങ്ങളുടെ അകമ്പടി പറ്റില്ല. ഈ ഉപകരണങ്ങളുടെ കഴിവല്ല നമ്മൾ നോക്കുന്നത്. ദഫാകട്ടെ, മറ്റ് കമ്പ്യൂട്ടർ മ്യൂസിക് ആവട്ടെ, മ്യൂസിക് കമ്പ്യൂട്ടറിലായാലും മറ്റു വാദനത്തിലൂടെ, ഉപകരണങ്ങൾ വെച്ചുള്ള വാദനത്തിലൂടെയായാലും മ്യൂസിക് ഹറാമാണ്. മ്യൂസിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ഹറാം. അത് ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് വാദനം നടത്തിയാലും ശരി, അല്ല കമ്പ്യൂട്ടറിലൂടെ ആയിരുന്നാലും ശരി. അപ്പൊ കമ്പ്യൂട്ടറിൽ വെറും ദഫേ ഉള്ളൂ എന്ന വ്യാജേനയാണ് കമ്പ്യൂട്ടറിലൂടെ അവതരിപ്പിക്കുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് അന്വേഷിച്ച് നോക്കുമ്പോൾ വെറും ദഫ് അല്ല അതിലുള്ളത്, മ്യൂസിക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇനിയുള്ള പരിപാടികളിലൊക്കെ പാട്ടിനൊപ്പം അങ്ങനെ ദഫ് അവതരിപ്പിക്കുകയാണെങ്കിൽ ഒറിജിനൽ ദഫ് മുട്ടുന്ന ആള് ദഫ് മുട്ടുക. കമ്പ്യൂട്ടർ മ്യൂസിക് ഉപയോഗിക്കാൻ പാടില്ല. രണ്ട് കാരണം കൊണ്ട്. ഒന്ന് എന്താന്ന് പറഞ്ഞാൽ, ഇവിടെ അളക്കുന്നത് എന്താണെന്ന്, കമ്പ്യൂട്ടർ മ്യൂസിക്കിന്റെ കഴിവല്ല അളക്കുന്നത്, നമ്മുടെ കഴിവ് അളക്കുന്നത്. അത് സ്വതന്ത്രമായിരിക്കണം നമ്മുടെ കഴിവ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ കൂടെ ഉപകരണങ്ങൾ പറ്റില്ല, ഒരു കാരണം. രണ്ടാമത്തേത് മ്യൂസിക് ഹറാമാണ്, അതുകൊണ്ടും പറ്റില്ല. ഇനി അങ്ങനെ വേണമെങ്കിൽ, അകമ്പടി വേണമെങ്കിൽ ദഫ്, ഒറിജിനൽ ദഫ് വെച്ച് നമുക്ക് മുട്ടാം. അങ്ങനെ ചിലപ്പോൾ നമ്മൾ പാട്ട് പാടുമ്പോൾ ദഫ് മുട്ടാറുണ്ടല്ലോ, അങ്ങനെ ദഫ് മുട്ടാം. ദഫ് അനുവദനീയമാണ്, ദഫിന് തകരാറൊന്നുമില്ല, ഹറാമൊന്നുമില്ല എന്നതാണ് മുഴത്തുന്ന പ്രബലമായ അഭിപ്രായം. അങ്ങനെയാണല്ലോ ദഫിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭാവിയിൽ ഇനി സംഘടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഒരു കാരണവശാലും മ്യൂസിക് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ അറിഞ്ഞോ അറിയാതെ ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ നമ്മൾ ഉപയോഗിച്ചാൽ അത് കണ്ട കുട്ടികളൊക്കെ പോയിട്ട് വരും, കോടമ്പായ ദേവ കോളേജിൽ ഉപയോഗിച്ചിരുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് അത് അനുവദനീയമല്ല. മ്യൂസിക് ഉപകരണങ്ങൾ വെച്ചുകൊണ്ടുള്ള വാദനമായിരുന്നാലും ശരി, കമ്പ്യൂട്ടർ മ്യൂസിക് ആയിരുന്നാലും ശരി, മ്യൂസിക് പാടില്ല. ഒറിജിനൽ ദഫ്, മറ്റ് താളമേളങ്ങളൊന്നും ഇല്ലാത്ത ദഫാണെങ്കിൽ കുഴപ്പമില്ല.